വകുല്ലുഹും അവരെല്ലാം കാനു മുഖ്ബിരീന അവരൊക്കെ വാർത്ത അറിയിച്ചു തരുന്നവരും മുബല്ലിഗീന തബ്ലീഗ് നടത്തുന്നവരും അനില്ലാഹി തആല അള്ളാഹുവിനെ തൊട്ട് ഇഖ്ബാറും തബ്ലീഗും ചെയ്യുന്നവരായിരുന്നു. ലിഅന്ന ഹാദാ ഇത് മഅന നുബുവ വ റിസാല നുബുവത്തിൻ്റെയും റിസാലത്തിൻ്റെയും മഅന അതാണ്. അവരെല്ലാവരും ഇഖ്ബാറും തബ്ലീഗിൻ്റെയും ആളുകളാണ്. സ്വാദിഖീന സത്യവാന്മാരാണ്, നാസ്വിഹീന സതുപദേശികളാണ്, ലിൽ ഖൽഖി സൃഷ്ടികളെ. അതെന്താ? അല്ല തബുതുല ഫായിദത്തുൽ ബഅസത്തി വ റിസാല പ്രവാചക നിയോഗത്വവും പ്രവാചകത്വ പദവിയും അതിൻ്റെ ഫലം ഇല്ലാതെയാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അതിന് ചെയ്തത് എന്തിനാ? അവർ നാസ്വിഹീങ്ങളും സ്വാദിഖീങ്ങളും ആവണം. വഫി ഹാദാ ഇതിലുണ്ട് ഇഷാറത്തുൻ ഒരു സൂചനയുണ്ട്. എന്തിലേക്ക്? അവർ സ്വാദിഖീങ്ങളുമാണ് നാസ്വിഹീങ്ങളുമാണ് എന്ന് പറയുമ്പോൾ, സ്വാദിഖ് എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനോട് തെറ്റു ചെയ്യരുത് എന്ന് പറഞ്ഞു വന്നവർ ഇവിടെ നിന്ന് തെറ്റ് ചെയ്താൽ അപ്പോൾ അവരെ പറഞ്ഞയച്ച ഒരാൾ ഇല്ല എന്ന് ജനങ്ങൾ കരുതും. തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞു വന്നവർ തന്നെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ എത്രയോ പിറകിലായിരിക്കും. അപ്പോൾ അവർ വന്നതിലേക്ക് ജനങ്ങളാരും സമ്മതിക്കൂല. കാരണം അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ അല്ലാഹു തആല പ്രവാചകന്മാരാക്കി വെക്കുന്ന സമയത്ത് അവർ ദോഷികളാണെങ്കിലോ അർത്ഥമില്ല. വലിയ ചർച്ചയ്ക്കുള്ള വഴിയൊരുക്കുന്ന ഒരിടമാണ് ഈ ഇടം. അങ്ങനെ വഫീ ഹാദാ ഇതിലുണ്ട് ഇഷാറത്തുണ്ട്. എന്താണ് ഇഷാറത്തുള്ളത്? ഇലാ അന്നൽ അംബിയാ മഅ്സൂമൂന അനിൽ കദിബി കളവിനെ തൊട്ടവർ സംശുദ്ധരാണ്. ഖുസൂസൻ ഫിമാ തഅല്ലഖ ബിഅംരി ശറാഇ ശർഉകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലും വതബ്ലീഗിൽ അഹ്കാമി ഹുക്കുമുകൾ എത്തിക്കുന്ന വിഷയത്തിലും വ ഇർഷാദിൽ ഉമ്മ സമൂഹത്തെ നയിക്കുന്ന വിഷയത്തിലും ഒന്നും ഒരു നിലക്കും അവർ കളവ് പറയില്ല. അമ്മാംദൻ അപ്പം മനഃപൂർവ്വം എന്നുള്ള ഫബിൽ ഇജ്മാ അത് പണ്ഡിത ലോകത്തിൻ്റെ ഏകോപിത അഭിപ്രായമാണ്. ഒരു നിലക്കും അവരുടെ ഭാഗത്തു നിന്ന് കളവ് വരില്ല. വമാസഹ്വൻ അപ്പം മറന്നുകൊണ്ട് അവരിൽ നിന്ന് കളവുണ്ടാകുമോ? അത് ഫൈൻദൽ അക്സരീന ഭൂരിഭാഗം ആളുകളരികിലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബഅ്ള് മറന്നുകൊണ്ടുണ്ടാവാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫീ ഇസ്മതിഹിം അൻ സായിരി ദുനൂബി തഫ്സീലുൻ എല്ലാ ദോഷങ്ങളെ തൊട്ടും അവർ സംശുദ്ധരാണ് എന്ന വിഷയത്തിൽ തഫ്സീലുൻ അവിടെ ഡീറ്റെയിൽഡായിട്ട് പറയാനുണ്ട്. ആ ഓരോന്ന് തഫ്സീലൻ പറയണം. വഹുവ അന്നഹു മഅ്സൂമുന അനിൽ കുഫ്രി ഖബ്ലൽ വഹി വബഅദു ബിൽ ഇജ്മാ പ്രകാരം വഹീൻ്റെ മുമ്പും ശേഷവും അവർ കുഫർ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. 40 വയസ്സ് വരെ ആണ് അല്ലാഹു തആല പ്രവാചകന്മാരെ നുബുവത്തിൻ്റെ മുമ്പ് ജീവിപ്പിച്ചത്. 40 വയസ്സുകൊണ്ട് അല്ലാഹു തആല അവർക്ക് നുബുവത്തിന് ശേഷമുള്ള ജീവിതം നബിയായിട്ടുള്ള ജീവിതം നൽകി. അങ്ങനെ പല ആളുകളും പല അഭിപ്രായങ്ങളും ഒക്കെ അതിൽ ഉണ്ട്. നിയോഗസ്ഥാനം അല്ലാഹു തആല 40ൻ്റെ മുമ്പ് കൊടുത്തു. ചില അതിൽ കാണാം 40ൻ്റെ ശേഷമല്ലാതെ അല്ലാഹു തആല നുബുവത്ത് കൊടുത്തിട്ടില്ല, ഒരു പക്വതയുടെ പ്രായമാണ് 40 എന്നൊക്കെ കാണാം. എന്തായാലും കുഫർ അവരിൽ നിന്നുണ്ടായിട്ടില്ല എന്നുള്ളതാണ് വിഷയം. വകദാൻ തഅമ്മുദിൽ കബായിരി ഇൻദൽ ജുംഹൂർ അപ്രകാരം തന്നെയാണ് ഭൂരിഭാഗം ആളുകളും പറഞ്ഞ മനഃപൂർവ്വം വൻദോഷങ്ങൾ അവർ ചെയ്യില്ല എന്നുള്ളത്. ഖിലാഫല്ലിൽ ഹശവിയക്കാർ ആ ഒരു വിഭാഗമാണല്ലോ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വേർതിരിഞ്ഞ ഹശവി പണ്ഡിതന്മാരോ ഒരു ഏതോ വലിയ പണ്ഡിതൻ്റെ സദസ്സിൽ റാസിൻ്റെ സദസ്സിലാണോ അറിയില്ല, സദസ്സിലിരുന്ന് സംശയം ചോദിച്ച സമയത്ത് കുരുത്തക്കേട് ചോദിച്ച സമയത്ത് ഓല മൂലക്ക് പിടിച്ചിരുത്താൻ വേണ്ടി പറഞ്ഞപ്പോൾ ഓല പിന്നെ ഹശവിക്കാർ മൂലക്കാർ എന്ന പേര് വന്നു. വമ്മൽ അപ്പോൾ അവർ ഇതിനോടെതിരാണ് ഈ അഭിപ്രായം. വമ്മൽ ഇന്നമൽ ഖിലാഫ് ഫി അന്ന ഇംതിനാഅഹു ബിദലീലി സംഇ അബിൽ അഖ്ലി വമ്മാ സഹ്വൻ ഫജവ്വസഹുൽ അക്സറൂന. വന്നബിൽ ഖിലാഫുള്ളത് ഫി അന്ന ഇംതിനാഅഹു ബിദലീലി സംഇ അബിൽ അഖ്ലി അവർ തെറ്റ് ചെയ്യില്ല എന്നുള്ള ഇംതിനാ ബിദലീലി സംഇ അബിൽ അഖ്ലി സംഇൻ്റെ തെളിവ് കൊണ്ടുമാണ് അഖ്ലിൻ്റെ തെളിവ് കൊണ്ടാണോ സംഇൻ്റെ തെളിവ് കൊണ്ടാണോ, അതായത് തെളിവ് പ്രകാരം കിട്ടിയിട്ടാണോ ഇവർ തഅമ്മുദുൽ കബാർ ഇവിടെ ഭാഗത്തില്ല എന്ന് പറയുന്നത്? അല്ല അഖ്ല് കൊണ്ട് ചിന്തിച്ചിട്ട് ഇവർ ഇവിടെ ഭാഗത്ത് മനഃപൂർവ്വം ദോഷങ്ങൾ ചെയ്യില്ല എന്നുള്ളതാണ്. അമ്മാ സെഹ്വൻ അവരിൽ നിന്നിട്ട് തെറ്റ് ചെയ്യാമെന്നുള്ളത് ഫജവ്വസഹുൽ അക്സറൂന ഭൂരിഭാഗം ആളുകളും അതുണ്ടാവാം എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്.
വൻദോഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ അമ്മ സഗായുർ, അപ്പോൾ ചെറുദോഷങ്ങൾ. ഇപ്പോൾ തജൂസു അംദൻ ഇന്ദൽ ജുംഹൂർ പറഞ്ഞത് ചെറുദോഷങ്ങളുണ്ടാവാം. ഖിലാഫല്ലിൽ ജുബായി വാത്സബാഹി, അവർ അപ്രകാരം അതിൽ എതിരാണ് അഭിപ്രായം ഉള്ളത്. ജുബായിനൊക്കെ അറിയാമല്ലോ, നമ്മൾ കേട്ട പണ്ഡിതരും ചർച്ചകളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ തജൂസു സഹ്വൻ ബിൽ ഇത്തിഫാക്കൻ സഹ്വൻ പറ്റുമെന്നുള്ളതിൽ ഏകോപിത അഭിപ്രായമാണുള്ളത്. ഇല്ലാമാതുലു അലൽ ഹിസ്സറ്റി, വളരെ ചീപ്പായ ഗ്രേഡ് കുറഞ്ഞ ചെറുദോഷങ്ങൾ അവരിലുണ്ടാവില്ല. കസരിക്കത്തി ലുക്കുമത്തിന് ഒരു പിടി ഭക്ഷണം മോഷ്ടിക്കുക. വത്തത്തുഫീഫി ബി ഹബ്ബത്തിൻ, ഒരു ധാന്യമണിയിൽ അളവിൽ കൃത്രിമത്വം വരുത്തുക. തത്തുഫീഫ് വൈലുലിൽ മുത്തഫിഫീങ്ങൾക്ക് നാശം എന്ന് പറഞ്ഞാൽ തത്തുഫീഫ്. ലാക്കിന്നൽ മുഹഖിഖീന, മുഹഖിഖീൻ ഇഷ്തറതു അൻ യുനബ്ബഹു അലൈഹി, അവരെ മേൽ ഉണർത്തപ്പെടുകയും ഫൻതബിഹു അൻഹു, അവരെ തൊട്ട് ഉയർന്നു വരികയും, അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉണ്ടായി എന്നല്ല ഇവിടെ പറഞ്ഞിട്ട്, നമ്മൾ ചിന്തിക്കണം. ഉണ്ടാവാം, ജവാസ് തജൂസ് ഉണ്ടാവാം എന്നാണ് പറഞ്ഞത്. മുഹാലല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതൊക്കെ. പക്ഷെ അവരിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞതിൻ്റെയും അർത്ഥം. കഥാ കുല്ലു ബാദൽ വഹി, വഹീൻ്റെ ശേഷം. അമ്മ ഖബലിൽ വഹി ഫലാ ദലീല അലം തിനായി സുദൂരിൽ കബീറ, കബീറത്ത് അവരിൽ നിന്നുണ്ടാകും എന്നതിനുള്ള തടസ്സം വഹീൻ്റെ മുമ്പൊന്നും കാണുന്നില്ല എന്ന്. വദഹബത്തിൽ മുതസിലത്തുലം തിനായിഹ, മുതസിലക്കാൾ പറഞ്ഞ എന്തായാലും തെറ്റുണ്ടാവില്ല. ലിയന്ന തൂജിബുൽ നിഫറത്ത അൽമാനിഅത തിബാഹിം, അവരെ പിന്തുടരുന്നതിനെ തൊട്ട് ജനങ്ങളിൽ വെറുപ്പുളവാക്കും, അതുകൊണ്ടില്ല എന്നുള്ളതാണ്. ഫതഫൂത്ത് മസ്വലത്തുൽ ബിഅസത്തി, അപ്പോൾ പിന്നെ ബിഅസത്തിൻ്റെ മസ്വലത്ത് അവരിൽ നിന്ന് പോയി പോകും. വൽ ഹഖു മൻ ഉമാ യൂജിബുൻ നിഫറത്ത, വെറുപ്പുളവാക്കുന്നതൊന്നും പ്രവാചകന്മാരിൽ ഉണ്ടാവില്ല. ക അഹിരിൽ ഉമ്മഹാത്ത്, ഉമ്മമാരൊക്കെ ഈ മോശപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആളുകളാവുക, അങ്ങനെ ഒരു വ്യഭിചാരത്വം അതുപോലത്തത്. വൽ ഫുജൂരി, തെമ്മാടിത്തം. വസഗായിരി ദാലത്ത് അൽ ഖിസ്സ, വളരെ മോശപ്പെട്ട ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ബാഡ് എന്ന് പറയുന്ന തരത്തിലുള്ള ചെറുദോഷങ്ങളൊന്നും പ്രവാചകന്മാരിൽ നിന്നുണ്ടാവില്ല. മന ഷീഅത്തു, ഷീഅക്കാർ മൻ ചെയ്തിട്ടുണ്ട്. സുദൂറ സഗീറത്തി വൽ കബീറത്തി ഖബലിൽ വഹി വബഅദ, നുബുവത്തിൻ്റെ മുമ്പ് ശേഷം ഒന്നും ചെറുദോഷങ്ങളുണ്ടാവില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. ലാക്കിന്നം ജവ്വസു ഇദ്ഹാറ അൽ കുഫ്രി, ലാക്കിന്നം അവർ ജവ്വസു, അവർ തജ്വീസ് നടത്തിയിട്ടുണ്ട്. ഇൽഹാർ അൽ കുഫ്രി, കുഫർ അവരിൽ നിന്നുണ്ടാകും. തഖിയ്യത്തൻ, അപ്പോൾ തഖിയ്യത്തൻ അവരിൽ നിന്ന് കുഫർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ശത്രു കൊല്ലുമെന്ന ഭയത്താൽ കുഫറിൻ്റെ വചനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉച്ചരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ആ സമയത്ത് ഇത്തിഖാ, ശരീരത്തിൻ്റെ നിലനിൽപ്പിനെ ഭയന്നുകൊണ്ട് കുഫർ അവരിൽ നിന്നും ഉണ്ടായേക്കാം എന്നതിനു തടസ്സമില്ല എന്ന് ഷിഅക്കാരെന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും പ്രവാചകന്മാരുടെ ഇതിൽ അങ്ങനെ അത്ര കണ്ട് കേട്ടിട്ടില്ലല്ലോ. ഇബ്രാഹിം നബിനൊക്കെ തീയിലിട്ട സമയത്തൊക്കെ അവർ ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒന്നും കുഫറില്ല. ഇവർ പറഞ്ഞത് അവിടെ തജ്വീസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.